കൺവിക്ഷൻ ഉണ്ടാക്കിയാൽ ഏത് കാര്യവും സാധിക്കും. അതായത് ഒന്നും ഇമ്പോസിബിൾ അല്ല. ഒരു എട്ടുകാലിയുടെ വല തന്നെ നോക്കിയാൽ നമുക്ക് കാണാം എത്ര പ്രാവശ്യം പരിശ്രമിച്ചിട്ടാണ് അത് വല നെയ്ത് ഉണ്ടാക്കുന്നത്. ഒരു കാക്കയുടെ കൂടെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എവിടുന്നെല്ലാം പെറുക്കിക്കൊണ്ടുവന്നിട്ടാണ് മനോഹരമായ ഒരു കൂടുണ്ടാക്കുന്നത്. അത് പെട്ടെന്ന് സാധിക്കുന്നതല്ല, അത് ക്രമേണയുള്ള നിരന്തരമായ പരിശ്രമമാണ്. ഇന്ന് അധ്യാപകർക്കും ക്ഷമയില്ല. പെട്ടെന്ന് കാര്യം നടത്തണം, കുട്ടി കാര്യം പെട്ടെന്ന് മനസ്സിലാക്കണം. എല്ലാ കുട്ടികൾക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവും, എന്റെ കാര്യത്തിലും മനസ്സിലാവില്ല. എന്നാൽ ക്രമേണ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ എനിക്ക് മനസ്സിലാവും. ഏത് പ്രയാസകരമായ കാര്യവും മനസ്സിലാക്കാൻ എല്ലാ മനസ്സുകൾക്കും സാധിക്കും. പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും ആ മനസ്സിലാവുന്നത് വരെ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാവുമെന്ന് മാത്രം. അതേപോലെ അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ സാധിക്കും. ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം എല്ലാ രക്ഷിതാക്കളും അധ്യാപകരും അവരും പഠിക്കണം. ഇത് കുട്ടികളെ കൊണ്ട് ദിവസം ചൊല്ലിക്കണം. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്തു ആത്മൈവരിപുരാത്മനാ. ഭഗവത്ഗീതയിലെ 54-ാം ശ്ലോകം 2-ാം അധ്യായം മുതല് അർജുനൻ ചോദിക്കുകയാണ് ഈ സ്ഥിതപ്രജ്ഞനെ കുറിച്ച്. പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ അതിന് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം. കേൾക്കുമ്പോൾ തോന്നും നമുക്കൊന്നും പറ്റാത്തൊരു കാര്യമാണെന്ന്. ഭഗവാൻ ഒരു ഹൈ മൈൻഡ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അതായത് ഒരു ശ്ലോകം അതിന്ന് ഞാൻ ഉദ്ധരിക്കാം. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണിന്ദ്രിയാത്തേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. തസ്യ അവന്റെ പ്രജ്ഞ മൈൻഡ് പ്രതിഷ്ഠിത ബാലൻസ്ഡ് ആണ്. ഹിസ് മൈൻഡ് ഈസ് ബാലൻസ്ഡ്. ആരുടെ മനസ്സാണ് ബാലൻസ്ഡ്? യഥാ എപ്രകാരമാണോ കൂർമോങ്കാനീവ. കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ എന്നർത്ഥം. നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ കണ്ടു കാണും, വലിയ കൽവിളക്കിന്റെ താഴെ കൂർമ്മത്തെ ആമയെ കണ്ടിട്ടുണ്ടാവും. എന്താണിത് പ്രതീകാത്മകമാക്കുന്നത്? അതിന്റെ പിന്നിലൊരു പ്രിൻസിപ്പിൾ സാധാരണ പറയും സിംബോളിഫിക്കേഷൻ. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? അതായത് പ്രതീകാത്മക. അതിന്റെ പിന്നിലൊരു പ്രതീകാത്മകതയുണ്ട്. അതായത് കൂർമ്മത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ അവയവങ്ങളെ അതിന് പുറത്തേക്കും അകത്തേക്കും ഉൾക്കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ട്. എപ്പോഴൊക്കെ ആവശ്യമില്ലെന്ന് തോന്നുന്നു തന്റെ ഇന്ദ്രിയങ്ങൾ അവയവങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്ന ആമയെപ്പോ